മജീദിനെ കുറിച്ചുള്ള ചിന്തകളിൽ ഒരുപാട് സുഹറ വ്യാകുലപ്പെടാറുണ്ട്. അതിനെ സ്നേഹമെന്ന് വിളിക്കണോ പ്രേമമെന്ന് വിളിക്കണോ ഒരു വായനക്കാരൻ്റെ ഭാഷയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല, ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ വളരെ സ്നേഹപൂർവ്വം ഇരിക്കുമ്പോഴാണ് മജീദിൻ്റെ കാലിൽ ഒരു വിഷക്കല്ല് പോലെ ഒരു വിഷമം വരുന്നത്. അങ്ങനെ വളരെയധികം വിഷമിച്ചിട്ട് മജീദ് ഇരിക്കുന്ന സമയത്ത് സുഹറയുടെ പ്രേമപൂർവമായ പരിലാളനകൾ കൊണ്ട് മജീദിൻ്റെ ആ ഒരു ശാരീരികമായി ഉണ്ടായ ഒരു സംഭവം അത് സുഖപ്പെടുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മജീദും സുഹറയും മാനസികമായി ഒരുപാട് അടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു സംഭവം. ഇതാണ് 7ാമത്തെ അധ്യായത്തിൽ ബാല്യകാല സഖിയിൽ ബഷീർ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന. അടുത്തത് 8. സുഹറ മജീദിനെ സ്നേഹിക്കുന്നുണ്ട്, മജീദ് സുഹറയെയും. ഈ വിവരം രണ്ടുപേർക്കും അറിയാം. സ്നേഹവലയത്തിൻ്റെ നടുവിലാണ് മജീദ്. എങ്കിലും ഉജ്ജീവന ചിന്തകളും ഉത്കൃഷ്ട ആദർശങ്ങളുമാണ് മജീദിനെ നയിച്ചിരുന്നത്. അഭിമാനത്തിൻ്റെ കാതലാണ് മജീദ്. തന്നെപ്പറ്റി തന്നെ വലിയ മതിപ്പാണ്. പിതാവിൻ്റെ ലോകത്തിലല്ല ജീവിതം. കുടുംബകാര്യത്തെപ്പറ്റി ഒന്നും അറിവില്ല. ബാപ്പയോട് വല്ലതും സംസാരിക്കാൻ തന്നെ മജീദിന് ഭയമാണ്. ബാപ്പ ആരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കാത്ത സ്വേച്ഛാധിപതിയെപ്പോലെ എല്ലാം നടത്തിക്കൊള്ളും. മജീദിന് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായോട് ചോദിച്ചു വാങ്ങിക്കും. ബാപ്പയുടെ ശബ്ദം കേൾക്കുമ്പോൾ മജീദിൻ്റെ ഹൃദയത്തിൽ നിന്നും പ്രതിഷേധത്തിൻ്റെ നിശബ്ദ ഗർജനങ്ങളാണ് ഉയരുക. എന്തിൻ്റെ പ്രതിഷേധം? മജീദിന് നിശ്ചയമില്ല. ഒരു നല്ല പിതാവല്ലേ അദ്ദേഹം? മജീദിനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നില്ലേ? അഗാധമായ സ്നേഹമില്ലേ? പിന്നെ ഒരു പിതാവെന്ന നിലയ്ക്ക് എന്തു കുറ്റം? മജീദിൻ്റെ ബാപ്പയേക്കാൾ മജീദിന് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നത് സുഹറയുടെ ബാപ്പയെയാണ്. സുഹറ അവളുടെ ബാപ്പയെ ഭയപ്പെട്ടിരുന്നില്ല. പിതാവിനെപ്പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും. മജീദിൻ്റെ ബാപ്പ മരിച്ചു പോയാൽ മജീദ് കരയുമോ? ഉമ്മ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും മജീദ് കരയും. ഉമ്മയെ ഭയമില്ല, ബാപ്പയെ ഭയമുള്ളൂ. ഭയത്തോടു കൂടിയ സ്നേഹമുണ്ട് ബാപ്പയോട്. എങ്ങനെയായാലും മജീദിന് അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. ബാപ്പായുടെ ഈ മുൻകോപം മജീദിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിൻ്റെ അതിർവരമ്പുകൾ കടക്കുകയാണ്. അങ്ങനെ മജീദ് അന്ന് ടൗൺ സ്കൂളിലെ അവസാനത്തെ ക്ലാസ്സിൻ്റെ അടിയിലെത്തിയതിൽ പഠിക്കുകയായിരുന്നു. കൊയ്ത്തും മെതിയും തുടങ്ങിയിരുന്നു. നല്ല ചൂടുള്ള വേനലാണ്. പോരെങ്കിൽ നോമ്പ് കാലവും. വെള്ളം പോലും കുടിക്കാതെ ഉമിനീർ പോലും ഇറക്കാതെ പകൽ മുഴുവനും പട്ടിണി നിൽക്കുന്നത് കൊണ്ട് വെറും നിസാര കാര്യത്തിന് പോലും ബാപ്പ വെറുപിടിച്ച് വഴക്കുകൂടിയിരുന്നു. ഒരു ദിവസം കാലത്തെ ബാപ്പ പാടത്തേക്ക് പോകും മുമ്പ് മജീദിനോട് പറഞ്ഞു, കൊയ്ത്തു മെതിച്ച് ഉണക്കിയിട്ടിരിക്കുന്ന നെല്ല് വള്ളത്തിൽ കൊണ്ടുവരാനുണ്ട്. കൂടെ ആളില്ലെങ്കിൽ വഞ്ചിക്കാർ വഴിക്ക് വാരി വിൽക്കും. നിനക്ക് നോയമ്പില്ലല്ലോ? ബാപ്പ ഓർമ്മിപ്പിച്ചു. നീ പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്ന ഉടനെ പാടത്ത് വരണം. വരുവോ? മജീദ് പറഞ്ഞു, വന്നേക്കാം. പക്ഷേ മജീദ് പോയില്ല. പതിവ് പോലെ സ്കൂൾ വിട്ട് വന്ന ഉടനെ കളിക്കാൻ പോയി. സന്ധ്യയ്ക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ബാപ്പയെ കാണാതിരുന്നപ്പോഴാണ് മജീദിന് ഓർമ്മയുണ്ടായത്. കുറേ അധികം ഇരുട്ടിയപ്പോൾ ബാപ്പ വന്നു. മജീദിനെ കണ്ടപ്പോഴേ ബാപ്പ അലറി. ബാപ്പ ദേഷ്യത്തോടെ മജീദിൻ്റെ കർണത്ത് ടേ എന്നൊരടി കൊടുത്തു. മജീദ് നിന്ന് കറങ്ങി. തലയ്ക്കുള്ളിൽ മിന്നാമിനുങ്ങൾ പറന്നു. വീണ്ടും വീണ്ടും ബാപ്പ തല്ലി. അടിയുടെയും മറ്റും ശബ്ദം കേട്ട് ഉമ്മ ഓടി വന്ന് തടുക്കുന്നുണ്ട്. എന്ത് പണിയാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പയുടെ ക്രോധം ശമിച്ചിരുന്നില്ല. പക്ഷേ പോ എന്ന് പറഞ്ഞ ബാപ്പയുടെ അലർച്ചയുള്ള ശബ്ദം ആ ശബ്ദം ലോകത്തിൻ്റെ അറ്റം വരെ മജീദിനെ ഓടിക്കാൻ പര്യാപ്തമായിരുന്നു. മജീദ് അവിടെ നിന്ന് പോയി. ഇരുട്ടത്ത് പടിക്കൽ ചെന്നിരുന്നു. കരയുവാൻ കഴിഞ്ഞില്ല. തുള്ളി കണ്ണുനീര് പോലുമില്ല. ഉഗ്രമായ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റാണ് ഹൃദയത്തിൽ. നല്ല വാക്കു പറയുന്നതിനോ ആശ്വസിപ്പിക്കുന്നതിനോ ആരും ചെന്നില്ല. അങ്ങനെ വീട്ടിലെ ജീവിതം അവസാനിപ്പിച്ച് മജീദ് ലോകസഞ്ചാരത്തിനിറങ്ങുകയാണ്. മജീദ് അങ്ങനെ സ്വന്തം നാടും രാജ്യവും വീടും എല്ലാം വിട്ട് മജീദ് യാത്രയാവുകയാണ്. അതിനു മുമ്പ് സുഹറയുടെ സമീപത്തേക്ക് നടന്നു. പതിവായി ഇരിക്കാറുള്ള മാഞ്ചുവട്ടിൽ ഇരുളിൻ്റെ ഏകാന്തതയിൽ നിന്നു. ദൂരത്തായി സുഹറയുടെ മനോഹര ശബ്ദം മുഴങ്ങി. മണ്ണെണ്ണ വിളക്കിന് മുന്നിലിരുന്ന് അവൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇടയ്ക്ക് അവൾ മുഖമുയർത്തി മാവ് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. എന്തോ കേൾക്കാൻ എന്ന പോലെ കണ്ണുകൾ നിശ്ചലങ്ങളായി. തങ്കം പോലുള്ള കവിൾത്തടങ്ങൾ പ്രകാശിച്ചു.
ചോര തൊട്ടെടുക്കാവുന്ന ചുണ്ടുകൾ വിടർന്നു. കുറേ സമയം അങ്ങനെ ഇരുന്നിട്ട് സുഹറ വീണ്ടും വായന തുടർന്നു. സുഹറ, മജീദ് വിളിച്ചു. ചുണ്ടുകൂട്ടിയാണ് ഹൃദയത്തിൽ. മനസ്സിൽ സുഹറയെ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനസ്സിൻ്റെ ഉള്ളിൽ സുഹറ എന്ന് സ്നേഹത്തോടെ മജീദ് വിളിക്കുകയാണ്. പക്ഷേ ഒരിക്കലും അത് ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല. മജീദ് നടന്നു, ഒരു ഭ്രാന്തനെ പോലെ. ഗ്രാമം പിന്നിട്ട്, പട്ടണം കടന്ന്, കാടും മലകളും നഗരങ്ങളും പിന്നിട്ട് മജീദ് പോയി. 7-10 കൊല്ലക്കാലം സഞ്ചരിച്ചു. സുദീർഘങ്ങളായ വർഷങ്ങൾ തന്നെയായിരുന്നു അത്. അതിനിടയിൽ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചുവെന്നോ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായ പരിണാമങ്ങൾ എന്തൊക്കെയാണെന്നോ മജീദ് തിരിച്ചറിഞ്ഞിരുന്നില്ല. മജീദ് സഞ്ചരിച്ചു, പല നിലയിലും നടന്നും വാഹനങ്ങളിലും, യാചകന്മാരുടെ കൂടെയും, ഗോസായികളുടെ സഖാവായും, സന്യാസികളുടെ ശിഷ്യനായും, ഹോട്ടൽ വേലക്കാരനായും, ഓഫീസ് ക്ലർക്കായും, രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെയും, കുബേരൻ്റെ അതിഥിയായും, അങ്ങനെ പല നിലയിലും ജീവിച്ചു. മജീദിന് പക്ഷേ ഈ യാത്രയിൽ ഒന്നും തന്നെ പണം സമ്പാദിക്കണമെന്ന മോഹം തീരെ ഇല്ലായിരുന്നു. ഒരു സാമ്പത്തികമായി ശേഷിയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായിരിക്കാം അത് എന്ന് നമുക്ക് അനുമാനിക്കാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴാണ് സാമ്പത്തികമായ ഉന്നമനത്തെക്കുറിച്ചൊരു വ്യക്തി ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ മജീദിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. മജീദ് പണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. മജീദ് കണ്ടു കൊച്ചു ഗ്രാമങ്ങളും വൻ നഗരങ്ങളും കുഞ്ഞരുവികളും വൻ നദികളും ചെറുകുന്നുകളും മഹാപർവ്വത പങ്ക്തികളും പൊടിമണ്ണ് നിറഞ്ഞ കർഷക ഭൂമികളും വെൺമണൽത്തരികളുടെ മഹാലോകമായ മണലാരണ്യങ്ങളും. അങ്ങനെ 1000 മൈൽ ദൂരെ മജീദ് പോയി. എന്തു കാണാൻ, എന്തു കേൾക്കാൻ, ലക്ഷ്യമില്ലാത്ത യാത്ര തന്നെയായിരുന്നു അത്. മനുഷ്യർ എവിടെയും ഒരുപോലെ, ഭാഷയ്ക്കും വേഷത്തിനും മാത്രം വ്യത്യാസം. എല്ലാം സ്ത്രീ പുരുഷന്മാർ. ജനിച്ച് വളർന്ന് ഇണചേർന്ന് പെരുപ്പിക്കുന്നു, പിന്നെ മരണം, അത്ര തന്നെ. ജനന മരണങ്ങളുടെ ഇടയിലുള്ള കഠിനയാതന എവിടെയുമുണ്ട്. മരണത്തോടെ എല്ലാം കഴിയുമോ? അങ്ങനെ വിഷാദാത്മകനായി മജീദ് നാട്ടിലേക്ക് തിരിച്ചു. എന്തിന്? സുഹറായി വിവാഹം ചെയ്ത് അടങ്ങി ഒതുങ്ങി വല്ലയിടത്തും ജീവിതകാലം കഴിച്ചുകൂട്ടാൻ. പക്ഷേ നാട്ടിൽ സ്തംഭിപ്പിച്ച മാറ്റങ്ങളാണ് മജീദിനെ അഭിമുഖീകരിച്ചത്. ഈ ഒരു പാരഗ്രാഫിൽ ഒരുപാട് ജീവിത സത്യങ്ങളെക്കുറിച്ച് ബഷീർ വരച്ചു കാട്ടുന്നുണ്ട്. എല്ലാ സ്ത്രീ പുരുഷന്മാരും എന്നും, അതായത് പുനരാവർത്തനം പോലെ ജനിക്കുന്നു, മരിക്കുന്നു, സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസത്തിൽ ജനിക്കുന്നു, ഇണചേരുന്നു, കുട്ടികളുണ്ടാകുന്നു, അങ്ങനെ തലമുറയെ സൃഷ്ടിക്കുന്നു. ഈ രീതിയിൽ നമ്മുടെ ജീവിതം ഒരു അർത്ഥം തേടിപ്പോയാൽ അർത്ഥമില്ലായ്കയിൽ അവസാനിപ്പിക്കുന്നതാണ് എന്ന് ബഷീർ ഈ വരികളിലൂടെ നമ്മെ തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിൽ അടിക്കടി ഉണ്ടായ നഷ്ടത്താലോ, നാട്ടിലൊരു പാലമുണ്ടാക്കാൻ ഗവൺമെൻറ്റിലേക്ക് ഒരു ഹർജിയാണെന്ന് പറഞ്ഞ് വമ്പിച്ചൊരു തുക പറ്റിയതായുള്ള ഒരാളുടെ പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്തതിനാലോ എന്തോ ബാപ്പയുടെ സ്വത്തെല്ലാം കടത്തിൽ പോയി. സുഹറായെയും കല്യാണം കഴിച്ച് സുഖമായി ഇരിക്കാം എന്നുള്ള പ്രത്യാശയിൽ നാട്ടിലേക്ക് തിരിച്ചെത്തിയ മജീദിനെ അഭിമുഖീകരിച്ചത് ഒരുപാട് പ്രശ്നങ്ങളുള്ള സാഹചര്യങ്ങളായിരുന്നു. അച്ഛൻ്റെ സ്വത്ത് മുഴുവനും, കച്ചവടത്തിൻ്റെ ഏതൊക്കെയോ നൂലാമാലകളിൽപ്പെട്ട അച്ഛൻ്റെ സ്വത്ത് മുഴുവനും നശിച്ചിരുന്നു. അച്ഛനും അമ്മയും ഉമ്മയും ബാബയും ഒരുപാട് വൃദ്ധരായി കഴിഞ്ഞിരുന്നു. സഹോദരികൾ 2 പേരും വളർന്ന് വിവാഹത്തിന് പ്രായം കഴിഞ്ഞു. എല്ലാറ്റിനും ഉപരിയായി സുഹറ വിവാഹിതയായി കഴിഞ്ഞിരിക്കുന്നു. മജീദ് നാട്ടിലെത്തുന്നതിന് 1 കൊല്ലം മുമ്പാണ് സുഹറയുടെ കല്യാണം കഴിഞ്ഞത് എന്ന് മജീദ് മനസ്സിലാക്കുന്നു. സുഹറ മജീദിന് വേണ്ടി കാത്തിരുന്നില്ല. സ്വാർത്ഥപൂരിതമാണ് ജീവിതം, മജീദ് തീരുമാനിച്ചു. മജീദ് സ്വന്തം അഭിപ്രായത്തിൽ സുഹറയെപ്പറ്റി ഒരു അഭിപ്രായം മനസ്സിൽ രൂപപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കാത്തത് കൊണ്ട് തന്നെ സുഹറ ഒരു സ്വാർത്ഥപൂരിതമായൊരു ചിന്താഗതിക്ക് ഉടമയാണ് എന്ന് മജീദിൻ്റെ മനസ്സിൽ മജീദ് ഒരു തീരുമാനത്തിലെത്തുകയാണ്. എന്തായാലും നാട്ടുകാരൊക്കെ മജീദിനെ കാണാൻ ചെന്നു. ഒരുപാട് സാമ്പത്തികമായി ഉന്നമനത്തിൽ എത്തിയിട്ടാണ് മജീദ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാണ് അയൽവാസികളുടെയും ബന്ധുജനങ്ങളുടെയും എല്ലാം മനസ്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ മജീദിനെ സൽക്കരിക്കാൻ ഒരുപാട് മത്സരിച്ചെങ്കിലും അവസാനം അവരെല്ലാവരും തിരിച്ചറിഞ്ഞു വെറും പാപ്പരായ അവസ്ഥയിലാണ് മജീദ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന്. അവൻ എന്തിനു വരാൻ പോയി? അതായി നാട്ടുകാരുടെ ചോദ്യം. ഒരുപാട് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു വെറും കയ്യോടെ. നിന്ദാവാഹങ്ങളായ നോട്ടങ്ങളും പരിഹാസവചനങ്ങളും മജീദിന് ലഭിച്ചു തുടങ്ങി. തന്മൂലം വെളിയിൽ ഇറങ്ങാതായി. വീട്ടിൽ പണ്ടത്തെ മുറിയിൽ തന്നെ പലപ്പോഴും. ആ മുറിക്ക് വളരെ ചരിത്രങ്ങളില്ലേ,
വിദ്യാഭ്യാസ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണത്. മജീദിൻ്റെ മാർക്ക കല്യാണം കഴിച്ചതും അതിൽ വെച്ച്, വിഷക്കല്ല് കാച്ചിക്കിടന്നതും അതിൽ തന്നെ. അതിൽ പഴയ ചാരിക സേരയിട്ട് വെളിയിലേക്ക് നോക്കി മജീദ് കിടക്കും. വീട്ടിൽ നേരാവണ്ണം ആഹാരം കഴിക്കാനില്ല. മജീദിൻ്റെ 2 സഹോദരിമാരും തൊണ്ട് തല്ലി ജീവിക്കുന്നു. അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് ബാപ്പ കുടുംബ ചെലവിനുള്ളത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ബാപ്പ കൊണ്ടുവരുന്നതിൽ നിന്ന് അധിക പങ്കും ഉമ്മ മജീദിന് കൊടുക്കും. എന്നിട്ട് കാരുണ്യത്തോടെ പറയും, വന്നതിന് എൻ്റെ മുമ്പ് ചടച്ചുപോയി. നിന്നെ എങ്ങനെ വളർത്തിയതാണോ? നിനക്ക് നിറം പോരാഞ്ഞിട്ട് പാലിൽ പൊന്നും വയമ്പും അരച്ചു ചേർത്ത് ഒത്തിരി നിന്നെ കുടിപ്പിച്ചിട്ടുണ്ട് മോനെ. നിരുന്മേഷമായി മജീദ് അങ്ങനെ ഇരിക്കും. എന്താണ് ചെയ്യേണ്ടത്? കയ്യിൽ കാശില്ല, കിട്ടാൻ മാർഗവുമില്ല, സഹായിക്കാൻ ആളുമില്ല. മജീദ് നാൾക്ക് നാൾ ക്ഷീണിച്ചു വന്നു. മനസ്സിനെ വ്യാപരിപ്പിക്കുവാൻ മറ്റു പണികളൊന്നുമില്ലാതിരുന്നതുകൊണ്ട് വീണ്ടും ഒരു തോട്ടം നിർമ്മിച്ചു. ഇക്കുറി തനിച്ച്. മുറ്റത്തിനു മുന്നിൽ ചതുരത്തിൽ വെള്ളമണൽ വിരിച്ചു. 4 അതിരുകളിലും ചെടികൾ നട്ടുപിടിപ്പിച്ചു. സുഹറായുടെ കൈകൊണ്ട് വെച്ച ചെമ്പരത്തിയായിരുന്നു ഒരു വശത്തെ അതിര്. അതൊരു മരമായി വളർന്നിരുന്നു. മജീദ് വന്നപ്പോൾ അതിൽ പൂക്കൾ ഉണ്ടായിരുന്നു. പച്ചിലക്കാടുകളിൽ ചോര പൊട്ടിച്ചിതറി നിൽക്കുന്നത് പോലെ ഒരിക്കലും ഒഴിയാത്ത കടുംചുമപ്പായ പൂക്കൾ. സുഹറായുടെ സ്നേഹമുള്ള നീറുന്ന ഹൃദയം ഉപേക്ഷിച്ച പോലെയാണ് എനിക്കിത് വായിച്ചപ്പോൾ തോന്നിയത്. ചുവന്ന ചെമ്പരത്തി പൂക്കൾ അതിനെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ചെമ്പരത്തി ചുവട്ടിൻ്റെ ചുവട്ടിൽ ഒരു ചാരിക സീട്ട്, അതിൽ കിടന്ന് വായനയാണ് മജീദ് എന്നും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്നും വായിച്ചിരുന്നില്ല. പുസ്തകം തുറന്ന് മടിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. നിനക്ക് എന്താ മോനെ വിചാരം? ഉമ്മ തിരക്കും. മജീദ് പതുക്കെ പറയും, ഒന്നുമില്ല. ഉമ്മായും ചിന്തയിൽ മുഴുകും. എന്നിട്ട് തന്നെത്താൻ പറയും, എല്ലാം റബ്ബിൻ്റെ വിധി. മജീദിൻ്റെ തൃപ്തിക്ക് വേണ്ടി മജീദിൻ്റെ അരുമയായ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ മത്സരിച്ച് സഹോദരികൾ 2 പേരും തമ്മിൽ വഴക്കിടും. ഒടുവിൽ 2 പേരും ഒരുമിച്ച് മജീദിൻ്റെ അടുത്ത് വന്ന് പറയും, ഇക്കാക്ക, ഇന്ന് ചെടിക്കൊക്കെ വെള്ളമഴിച്ചത് ഞാനാ. മജീദ് സമാധാനിപ്പിക്കും. ചെടികളിൽ ഉണ്ടാക്കുന്ന പൂക്കൾ നിങ്ങൾ 2 പേരും സമം എടുത്തോളൂ. പക്ഷേ ബാപ്പയുടെ ദേഷ്യം തീർത്തും മജീദിനോട് മാറുന്നില്ല. എൻ്റെ മുതലൊക്കെ നശിപ്പിച്ച് അവനെ ഞാൻ പഠിപ്പിച്ച്, എന്നിട്ട് അവൻ രാജ്യങ്ങളൊക്കെ ചുറ്റി ഒരുപാട് കൊല്ലം കഴിഞ്ഞ് വന്നിരിക്കുന്നു വെറും കൈയോടെ. അവൻ്റെ ചെടി ഒരു സമ്പാദ്യം. ഈ വയസ്സുകാലത്ത് എനിക്ക് സുഖിക്കാൻ ഒരു തോട്ടം ഒക്കെ ഞാൻ വെട്ടി പറിച്ചു കളയും. ഞാൻ പറഞ്ഞത് കേട്ടോടി, ഉമ്മ പറയും. എന്നാലും മുറ്റമൊക്കെ വെടിപ്പാക്കി കിട്ടിയല്ലോ. ബാപ്പ ഉണക്ക വെച്ചിൽ ചുണ്ണാമ്പ് പൊടിച്ചിട്ട് കൊണ്ട് ചോദിക്കും, കേട്ടില്ലേടി ഞാൻ പറഞ്ഞത്? എന്താ വല്ലയിടത്തുനിന്ന് ഇത്തിരി പുകളഞ്ഞിട്ട് മേടിയില്ലേ? ഉമ്മ ഒരു പഴംതുണിയും തലയിലിട്ട് കീറി മുഷിഞ്ഞ കുപ്പായത്തോടെ അയൽപ്പക്കങ്ങളിലേക്ക് പുകയിലഞ്ഞെട്ടിന് പോകും. ബാപ്പായും ഉമ്മായും സഹോദരികൾ സുഹറ ഓർമ്മകൾ മേഘങ്ങൾ പോലെ ഹൃദയാകാശത്തിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കും. ദാരിദ്ര്യം ഭയങ്കര വ്യാധി തന്നെയാണ്. അത് ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ ശരീരവും ഹൃദയവും ആത്മാവും നശിച്ച നാനാജാതികളിലായി ലക്ഷോപലക്ഷം സ്ത്രീ പുരുഷന്മാർ. എത്ര വലിയൊരു തത്വചിന്തയാണ് അദ്ദേഹം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ദാരിദ്ര്യം. ഒന്നിനും പൈസ ഇല്ലാത്തൊരവസ്ഥ, കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരവസ്ഥ വളരെ ദരിദ്രമാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ആ ദരിദ്രാവസ്ഥയാണ് നമ്മൾ ഈ ലോകം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്നത്. ലോകത്തെക്കുറിച്ചും ലോകത്തിലെ മനുഷ്യരെക്കുറിച്ചും ഈ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ചും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ്. ആ ചിത്രങ്ങൾ മജീദിൻ്റെ മനസ്സിൽ വന്നു നിറയും. വൈരൂപ്യമേറിയ ജുഗുപ്സോഹങ്ങളായ ചിത്രങ്ങളെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ട്? ജീവിതം പ്രകാശമുള്ള സൗന്ദര്യം തന്നെ, എങ്കിലും അതിൻ്റെ മുഖത്ത് പറ്റിയിരിക്കുന്ന ചേറും ചെളിയും വിസ്മരിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ വൈരൂപ്യങ്ങൾ, ജീവിതത്തിലെ അവശതകൾ, ശാന്തസുന്ദരമായ ജീവിതം എന്നൊന്നുണ്ടോ? ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും അദ്ദേഹം ജീവിതത്തെക്കുറിച്ച് വളരെ സുന്ദരമായി തന്നെ അവനവൻ്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. ഉണ്ണാനില്ലാത്തവർ, ഉടുക്കാനില്ലാത്തവർ, കിടപ്പാടമില്ലാത്തവർ, അംഗഭംഗം വന്നവർ, അങ്ങനെ ഹതാശരുടെ അനന്തമായ ഘോഷയാത്രയാണ് ഇന്ന് നമ്മുടെ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവും പകലും കാണും, ഒക്കെ വിസ്മരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇങ്ങനെ മറക്കുവാൻ കഴിയും? തല എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും, ഹൃദയം എപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും. സുഹറയെപ്പറ്റി ഓർക്കുമ്പോൾ കണ്ണുനീർ പൊടിയും. അവളെ ഒന്ന് കാണണമെന്നുണ്ട്, പക്ഷെ മറ്റൊരുവിൻ്റെ ഭാര്യ. എന്നാൽ ദൂരെ വെച്ചെങ്കിലും ഒന്ന് കാണണം. പരിഭവം പറയാനല്ല, മുള്ളുവാക്ക് ഓതുവാനല്ല, വെറുതെ ഒന്ന് കാണുവാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. ഒരുപാട് ചിന്തകൾ കൊണ്ട് മജീദ് വളരെയധികം വിഷമിക്കുകയാണ്. തല
പുകയുന്നൊരവസ്ഥ, ചിന്തകളുടെ അമിതഭാരം കൊണ്ട് തല പുകയുന്നൊരവസ്ഥ രൂപപ്പെടുകയാണ്. പക്ഷേ തൻ്റെ ബാല്യകാല സഖിയായ സുഹറയെ ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവിതം സുന്ദരമാകുന്നതിൻ്റെ ആവശ്യം സുഹറയുടെ ഓർമ്മകൾ വരുമ്പോൾ മജീദിന് തോന്നുകയാണ്. എങ്ങനെയെങ്കിലും സുഹറയെ ഒരു പ്രാവശ്യമെങ്കിലും അവളുടെ ശബ്ദം കേൾക്കാനെങ്കിലും അവളെ ഒന്ന് കാണണമെന്ന് മജീദ് ഒരുപാട് ആഗ്രഹിക്കുന്നു. വളരെ മാമ്പഴം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ടുള്ള ആ മാവിൻ ചുവട്ടിൽ രാത്രിയുടെ ഏകാന്തതയിൽ മജീദ് ചെന്നിരിക്കും. ആരെയും പ്രതീക്ഷിച്ചല്ല. പ്രതീക്ഷിക്കുവാൻ ആരുണ്ട്? മജീദ് വിചാരിച്ചു. ഞാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഒരിക്കലും സുഹറ വരികയില്ല. അവൾ എന്തിനു വരുന്നു? ആരെ കാണാൻ? മജീദിൻ്റെ അടുത്ത് ഉമ്മ വന്ന് മിണ്ടാതെ ഇരിക്കും. ഉമ്മ, ബാപ്പ, സഹോദരികൾ ഇവർക്ക് നേരാവണ്ണം ആഹാരം കൊടുക്കാൻ എന്തു വഴി? ബാപ്പ ദേഷ്യപ്പെടുന്നത് വെറുതെയല്ലോ. പ്രായമായ മകൻ എന്തു ചെയ്യും? എന്തൊരു ജീവിതം? സുഹറ, പ്രിയപ്പെട്ട സുഹറ, നീ വരുമോ? സ്വന്തം ദാരിദ്ര്യാവസ്ഥ മറികടക്കുന്നതിനെക്കുറിച്ചുള്ള ആവലാതികൾ മനസ്സിൽ നിറയുമ്പോഴും തൻ്റെ ബാല്യകാല സഖിയായ സുഹറയെ ഒരു പനിനീർ പുഷ്പം പോലെ ഹൃദയത്തിൽ മജീദ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നവിടെ 8-ാം അധ്യായം കഴിയുകയാണ്. നന്ദി.